നമസ്കാരം. നമ്മൾ 10ാം ക്ലാസ്സിലെ ആദ്യത്തെ യൂണിറ്റായ ഗിഫ്റ്റ്സ് ഓഫ് ഗ്രീൻ എന്ന ലെസണാണ്. അതിലെ ഫസ്റ്റ് സ്റ്റോറി റസ്കിൻ ബോണ്ടിൻ്റെ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ. നമ്മൾ അറിയേണ്ടത് ഗ്രീൻ, ഗിഫ്റ്റ്സ് ഓഫ് ഗ്രീൻ എന്ന് പറയുന്നത് നേച്ചറിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ലെസൺ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്, ഊന്നൽ കൊടുക്കുന്നത് നേച്ചറിനെ കുറിച്ചാണ്. ഫസ്റ്റ് ലെസൺ അഡ്വഞ്ചർ ഇൻ എ ബാനിയൻ ട്രീ, ആൽമരം. അപ്പോൾ ആൽമരത്തിലുണ്ടാകുന്ന കുറേ സംഭവങ്ങളാണ്. അപ്പോൾ അവിടെ ഒരു സീക്വൻസ് എന്ന നിലയിൽ ട്രീസിനാണ് ഇമ്പോർട്ടൻസ് കാണുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് ട്രീസ്. അപ്പോൾ 2 ടാസ്കുകളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ലെസണിൽ കാണേണ്ടത്. പ്രധാനമായും ഈ നേച്ചറിനെ സംബന്ധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഒരു 6 മാർക്കിൻ്റെ പരീക്ഷയ്ക്ക് വരാവുന്നതാണ്. 100% ഉറപ്പ് പറയാൻ കഴിയില്ല, എങ്കിലും ഇന്നത്തെ ഒരു കാലഘട്ടത്തിനനുസരിച്ച് നേച്ചറിനെ കുറിക്കുന്ന, നേച്ചറിനെ അഫക്റ്റ് ചെയ്യുന്ന, നേച്ചറിൻ്റെ ഇമ്പോർട്ടൻസിനെക്കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ 10ൽ പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുന്ന കുട്ടികൾ ആ വിഷയത്തെക്കുറിച്ച് ഒരു 10 വാചകം, ഒരു 60 വേർഡ്സ് പഠിച്ചു വയ്ക്കും. അതിൽ കൂടുതലായതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല, നമുക്ക് എഴുതാൻ ഒരു പേജ് ആൻസർ ചെയ്യാൻ കഴിയും. ഇപ്പം നേച്ചർ എന്ന് പറയുന്നത് നേച്ചർ പ്രൊവൈഡ്സ് ഓൾ തിങ്സ് എവർ. എല്ലാ കാര്യങ്ങളും നേച്ചർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. നേച്ചർ മെസ്മറൈസ് അവർ ലൈഫ്. വി ഗോ ടു നേച്ചർ, ഡോണ്ട് വിസിറ്റ് ദ നേച്ചർ. നമ്മൾ പ്രകൃതിയിലേക്ക് പോകുന്നത് താമസിക്കാനല്ല. വി ആർ ദ പാർട്ട് ഓഫ് ദ നേച്ചർ. നമ്മൾ ഈ പ്രകൃതിയുടെ ഭാഗമാണ്. നേച്ചർ മെസ്മറൈസസ്. പ്രകൃതി നമ്മളെ ഒരു മാന്ത്രിക ലോകത്തിലേക്ക് കൊണ്ടുപോകും. നേച്ചർ അതിനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് നേച്ചറിനെ നമ്മൾ നന്നായി പ്രൊട്ടക്റ്റ് ചെയ്യണം. വി പ്രൊട്ടക്റ്റ് ദ നേച്ചർ. നമ്മൾ നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമാണ് ഒരു പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു സവിശേഷത നേച്ചർ നമുക്ക് തരും. നേച്ചർ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. നേച്ചർ പ്രൊട്ടക്റ്റ് അസ്. നേച്ചർ ഗിവ് അസ് ഫുഡ് ആൻഡ് ഷെൽട്ടർ. സോ വി കനോട്ട് ഡിസ്ട്രോയ് ദ നേച്ചർ. അതുകൊണ്ട് നമ്മൾ പ്രകൃതിയെ നശിപ്പിക്കരുത്. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാവുന്നൊരു വലിയ കാര്യമാണ് സമീപ കാലഘട്ടത്തിലുണ്ടായ ഫ്ലഡ്, ഡ്രോട്ട്, ലാൻഡ്സ്ലൈഡ്. ഇതെല്ലാം നേച്ചറിൻ്റെ ഒരു പ്രതിഭാസമാണ്. നേച്ചർ പ്രൊട്ടക്റ്റ് ഹെർസെൽഫ്. നേച്ചർ സസ്റ്റെയിൻ ഹെർസെൽഫ്. ഇപ്പോൾ കൊറോണ എന്ന് പറയുന്ന വൈറസ് അടക്കം നേച്ചർ സ്വമേവ ഉണ്ടാക്കിയത്, നേച്ചറിൽ ഉണ്ടായതാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റുകൾ പറയുകയുണ്ടായി, കൊറോണയുടെ ലോക്ക്ഡൗൺ ഭാഗമായി ലോകം മുഴുവൻ ലോക്ക്ഡൗൺ ആയപ്പോൾ 30% ഓഫ് കാർബൺ എമിഷൻ കുറഞ്ഞു എന്നാണ് പറയുന്നത്. 30% കാർബണിൻ്റെ എമിഷൻ കുറഞ്ഞതിൻ്റെ ഭാഗമായി നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ പൊല്യൂഷൻ കുറഞ്ഞിരിക്കുന്നു.
നേച്ചർ പൊല്യൂട്ടഡ് ആണ്. അതുകൊണ്ട് നമുക്ക് നല്ല പോലെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവർ റെസ്പോൺസിബിലിറ്റി ടു മെയിൻറ്റെയിൻ ദ നേച്ചർ ക്ലിയർലി. അതുകൊണ്ട് നമ്മൾ നേച്ചറിനെ നല്ല പോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് കഴിയും. നേച്ചറിലെ ഒരു പർട്ടിക്കുലർ തിങ്, നേച്ചറിലെ ഒരു ഫാക്റ്റാണ് ട്രീസ്. ട്രീസ് ആർ ലങ്സ് ഓഫ് നേച്ചർ. ട്രീസ് എന്ന് പറയുന്നത് ലങ്സ് ആണ്, പ്രകൃതിയുടെ ശ്വാസകോശങ്ങളാണ് ട്രീസ് എന്ന് പറയുന്നത്. ട്രീസ് പ്രൊവൈഡ് us ഫുഡ് ആൻഡ് ഷെൽട്ടർ, ഫയർവുഡ്, ഫർണിച്ചർ, എക്സെട്ര എക്സെട്ര. മരങ്ങൾ നമുക്ക് നല്ല പോലെ ഫുഡ് തരുന്നു, ഷെൽട്ടർ തരുന്നു, ഓക്സിജൻ തരുന്നു. അതുകൊണ്ട് നമ്മൾ നല്ല പോലെ മരങ്ങളെ പരിപാലിക്കണം. ട്രീസ് ആർ ദ ബൂൺസ് ഓഫ് നേച്ചർ. മരങ്ങൾ പ്രകൃതിയുടെ വരമാണ്. അതുകൊണ്ടാണ് മരം ഒരു വരം. പരീക്ഷയ്ക്ക് ക്വാർട്ടർലി എക്സാമിനൊക്കെ ചോദിക്കാവുന്നൊരു ചോദ്യമാണ് മരത്തെ സംബന്ധിക്കുന്ന 2 പോസ്റ്ററുകൾ. നമ്മൾ കാലങ്ങളായി സ്റ്റേറ്റ് സിലബസിൽ ശീലിച്ചു പോകുന്നതാണ് പോസ്റ്ററുകൾ. അതിൻ്റെ ഭാഗമായി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ മേ ബി ആൻസർ ചെയ്യാൻ നമുക്ക് കഴിയണം. മരത്തിൻ്റെ പ്രയോജനങ്ങളെക്കുറിച്ച്. മരം മുറിക്കരുത്, മരം നശിപ്പിക്കരുത്. മരങ്ങൾ പ്രിവെന്റ് സോയിൽ ഇറോഷൻ. സോയിൽ ഇറോഷനെ പ്രിവെന്റ് ചെയ്യാൻ ഏറ്റവും ആവശ്യമായ ഫലവത്തായ ഘടകം എന്ന് പറയുന്നത് മരങ്ങളാണ്. ട്രീസ് ഗീവ്സ് us മെഡിസിൻസ്. അമൂല്യമായ ഔഷധങ്ങൾ, ഔഷധ ഗുണങ്ങൾ നിറഞ്ഞത് നമ്മുടെ മരങ്ങളിലാണ്. ഫോർ എക്സാമ്പിൾ ബാനിയൻ ട്രീ. ബാനിയൻ ട്രീ എമിഷൻ എ ലോട്ട് ഓഫ് ഓക്സിജൻ. ഏറ്റവും കൂടുതൽ ഓക്സിജൻ പുറത്തേക്ക് വിടുന്ന ഒരു മരം എന്ന് പറയുന്നത് ആൽമരമാണ്. ആൽമരത്തിൻ്റെ ചുവട്ടിലിരിക്കുക എന്ന് പറയുന്നത് തന്നെ. ട്രീസ് ഗിവ് us ഷെയ്ഡ്. മരങ്ങൾ നമുക്ക് തണൽ തരുന്നു. ട്രീസ് ഗിവ് us ഫയർവുഡ്. മരങ്ങൾ നമുക്ക് വിറക് തരുന്നു. ഇങ്ങനെ മരങ്ങളെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചുമൊക്കെ സഫിഷ്യൻ്റായ വാചകങ്ങൾ എഴുതാൻ സ്വയം ശീലിക്കുകയും ഒരു 60 വേർഡ്സിന് ഉത്തരം എഴുതാവുന്ന രീതിയിലേക്ക് മരങ്ങളെയും പ്രകൃതിയെയും സംബന്ധിക്കുന്ന ക്വസ്റ്റ്യൻസും ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ നമുക്ക് കഴിയണം. ഇവിടെ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ഷോർട്ട് സ്റ്റോറി എഴുതിയത് പ്രശസ്തനായ ഇന്ത്യൻ റൈറ്റർ റസ്കിൻ ബോണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം 1934 മെയ് 19th ആണ് ഹി വാസ് ബോൺ ഇൻ 1934. 1934 മെയ് മാസം 19-ാം തീയതിയാണ് റസ്കിൻ ബോണ്ട് ജനിച്ചത്. കഴിഞ്ഞ ദിവസം മൺഡേ, ട്യൂസ്ഡേ 19th he celebrated his 86th birthday. 86-ാമത്തെ പിറന്നാൾ ഈ ലോക്ക്ഡൗൺ കാലത്ത് റസ്കിൻ ബോണ്ട് ആഘോഷിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, he reads 10 books in lockdown times. ഈ ലോക്ക്ഡൗൺ കാലത്ത് അദ്ദേഹത്തിന് 10 പുസ്തകങ്ങൾ വായിക്കാൻ കഴിഞ്ഞു. ഏകദേശം 17-ാമത്തെ വയസ്സിൽ, in his 17th age, he starts his writings. 17-ാമത്തെ വയസ്സിൽ റസ്കിൻ ബോണ്ട് എഴുത്താരംഭിച്ചു. കഴിഞ്ഞ പാസ്റ്റ് 60 years, കഴിഞ്ഞ 60 കൊല്ലക്കാലം അദ്ദേഹം എഴുതി. ഹി റോട്ട് 180 books. 180 പുസ്തകങ്ങൾ റസ്കിൻ ബോണ്ട് എഴുതി കഴിഞ്ഞു. നമ്മുടെ വായനശാലകളിൽ, നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ
റസ്കിൻ ബോണ്ടിൻ്റെ പുസ്തകങ്ങൾ വിശദമായി കൊടുത്തിരിക്കുകയാണ്. അന്വേഷണ താല്പര്യമുള്ള കുട്ടികൾ ഗൂഗിളിൽ ചെല്ലുക, റസ്കിൻ ബോണ്ട് ടൈപ്പ് ചെയ്യുക, സെർച്ച് ചെയ്യുക. അദ്ദേഹത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളും, ഷോർട്ട് സ്റ്റോറികളും, ലേഖനങ്ങളും, കവിതകളും ഒക്കെ തെളിഞ്ഞു കാണും. നന്നായി വായിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം കുട്ടികൾക്ക് നല്ല മുതൽക്കൂട്ടാണ്. ഇന്ത്യൻ റൈറ്ററായ റസ്കിൻ ബോണ്ട്, അദ്ദേഹത്തിൻ്റെ ഷോർട്ട് സ്റ്റോറിയാണ് ദ അഡ്വഞ്ചറിങ് എ ബാനിയൻ ട്രീ. റസ്കിൻ ബോണ്ട് എന്ന് പറയുന്ന ലേഖൻ്റെ, എഴുത്തുകാരൻ്റെ പ്രൊഫൈൽ എഴുതാൻ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഒരു പ്രൊഫൈൽ ഉണ്ടാവും പരീക്ഷയ്ക്ക് എഴുതാൻ. ഏത് പ്രൊഫൈലാണെന്ന് മാത്രമേ ഇപ്പോൾ പ്രൊഡക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് റസ്കിൻ ബോണ്ടാണ്. അങ്ങനെ നമ്മുടെ ടെക്സ്റ്റിലുള്ള എല്ലാ ഓതേഴ്സിൻ്റെയും പ്രൊഫൈൽ പഠിച്ചു വയ്ക്കുന്നത് 6 മാർക്ക് ഗുണം ചെയ്യും. അപ്പോൾ 6 മാർക്ക് ലഭിക്കാൻ വേണ്ടി ഒരു പ്രൊഫൈല് എല്ലാവരും പഠിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന പ്രൊഫൈൽ റസ്കിൻ ബോണ്ടിൻ്റെയാണ്. അപ്പോൾ നമ്മളെല്ലാവരും 7ാം ക്ലാസ് മുതൽ ഇപ്പോൾ 10ലെത്തുന്നത് വരെയും എല്ലാ കൊല്ലവും പ്രൊഫൈൽ എഴുതാൻ പഠിക്കുകയാണ്. വീണ്ടും അധികം തെറ്റുകൂടാതെ പ്രൊഫൈൽ എഴുതണം. പ്രൊഫൈലിൻ്റെ ഒരു സ്കെച്ച് എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത് മസ്റ്റ് ബി എൻ ഹെഡ്. പ്രൊഫൈലിൽ നിർബന്ധമായും ഒരു ഹെഡിങ് ഉണ്ടാവണം. എന്താ ഹെഡിങ്? റസ്കിൻ ബോണ്ട് ആണല്ലോ, തന്നെ ഹെഡിങ്. റസ്കിൻ ബോണ്ടാണെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആരാണ് ഓതർ. ആ ആളിൻ്റെ പേര് അതിൽ തന്നെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അത് അവിടെ നിന്ന് യാതൊരു തെറ്റും കൂടാതെ ക്യാപിറ്റൽ ലെറ്ററിൽ മനോഹരമായി എഴുതി അടിയിലൊരു വര വരയ്ക്കുക, അല്ലെങ്കിൽ അതിന് ബോക്സിലാക്കുക. ഇതാണ് പ്രൊഫൈലിൻ്റെ ആദ്യത്തെ പണി. പിന്നെ നമുക്ക് പ്രൊഫൈലിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ പ്രൊഫൈൽ എഴുതുന്നതിന് ഹിൻസ് തരുന്നുണ്ട്. ആ ഹിൻസുകളെ ഡെവലപ്പ് ചെയ്താൽ 60 വേർഡ്സായി, 60 വാക്കായി. ഏകദേശം ഒരു 40 or 45 വേർഡ്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ട് പ്രൊഫൈലിൻ്റെ ഭാഗമായിട്ട്. പിന്നെ നമ്മൾ അതിലേക്ക് സബ്ജക്റ്റ് ചേർക്കുക, ഒരു സഹായക്രിയ ചേർക്കുക, സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യുക. അത്രേ വേണ്ടൂ. ഇപ്പോൾ ജനിച്ച കൊല്ലം തന്നിട്ടുണ്ടാവും. ഇദ്ദേഹം ഇപ്പോഴും സ്റ്റിൽ അലൈവ്, അതുകൊണ്ട് മരിച്ചിട്ടില്ല. അപ്പോൾ മരണ ഡേറ്റ് തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ 1934 മെയ് 19 തന്നിട്ടുണ്ടാവും. റസ്കിൻ ബോണ്ട് വാസ് ബോൺ ഓൺ May 19th, 1934. പിന്നെ അദ്ദേഹത്തിന് പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്, പത്മവിഭൂഷൺ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ സാഹിത്യ മേഖലകളിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ ഗോട്ട് എൻ അവാർഡ്. അപ്പോൾ അവാർഡ്സ് എന്ന് പറഞ്ഞിട്ട് സെമിക്കോളിട്ട് അതിന് നേരെ എഴുതിയിട്ടുണ്ടാവും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, പത്മഭൂഷൺ, പത്മവിഭൂഷൺ. ഹി ഗോട്ട് മെനി അവാർഡ്സ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, പത്മഭൂഷൺ അവാർഡ്, പത്മവിഭൂഷൺ അവാർഡ്. He wrote many novels, many short stories, children's stories, poems. ഇതെല്ലാം നമുക്ക് ഹിൻസായിട്ട് തരിക. അതിനെയെല്ലാം സെൻറ്റൻസ് ആക്കി ഒരു 60 വേർഡ്സിൽ ഉത്തരം ഇംപ്രസ് ചെയ്യാൻ കഴിഞ്ഞാൽ പ്രൊഫൈലിൽ നമുക്ക് മുഴുവൻ മാർക്ക് കിട്ടും. അപ്പോൾ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുൻപേ തന്നെ നേച്ചറിനെ കുറിച്ച്, മരുന്നിനെക്കുറിച്ച്, ആദ്യത്തെ ലെസനായ അഡ്വഞ്ചേഴ്സിനെ ബാനിയൻ ട്രീ എന്ന് പറയുന്ന കഥ, ഷോർട്ട് സ്റ്റോറി എഴുതിയത് മഹാനായ ഇന്ത്യൻ എഴുത്തുകാരൻ, ഇന്ത്യൻ റൈറ്റർ റസ്കിൻ ബോണ്ടാണ്. റസ്കിൻ ബോണ്ടിനെ കുറിച്ചുള്ളൊരു പ്രൊഫൈൽ. അങ്ങനെ 3 ക്വസ്റ്റ്യൻസ് പാഠം ആരംഭിക്കുന്നതിന് മുൻപേ തന്നെ ഈ സമയത്തേക്ക് ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കും. വെറുതെ പഠിച്ചാൽ മാത്രം പോരാ, സ്വന്തമായിട്ട് എഴുതാൻ അറിയണം, തെറ്റുകൂടാതെ എഴുതണം, അക്ഷരപ്പിശക് ഉണ്ടാവരുത്, ക്യാപിറ്റൽ ലെറ്റർ വേണ്ടിടത്ത് ക്യാപിറ്റൽ ലെറ്റർ, പാരഗ്രാഫ് തിരിക്കേണ്ടിടത്ത് പാരഗ്രാഫ് തിരിക്കുക. അതോടൊപ്പം കുറച്ച് കാണാൻ പഠിക്കും. അതോടൊപ്പം നമുക്ക് സ്വന്തമായിട്ട് വാചകം എഴുതാനും പഠിക്കും. ഇതെല്ലാം കൂടി ആകുമ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന വിഷയത്തിൽ ഫുൾ മാർക്കാവുക. അപ്പോൾ എഴുതുന്നതിലൊന്നും 6 മാർക്ക് കിട്ടുന്നതിൽ 5.5 ആയിക്കോട്ടെ, സമാധാനിക്കേണ്ട. 5.5 മാർക്ക് കിട്ടി 6 നല്ല മാർക്കല്ലേ എന്നാണ് നമ്മൾ ധരിക്കുക. 6ൽ 5.5 അര മാർക്ക് പോയി. അങ്ങനെ 35 ക്വസ്റ്റ്യൻസ് ആണ് SSLC എക്സാമിനേഷൻ ഇംഗ്ലീഷിൽ ഉണ്ടാവുക. ഇതിലൊക്കെ അര മാർക്ക് പോയി. എത്ര മാർക്ക് പോയി?
35 ചോദ്യങ്ങൾ, ആ 35 ചോദ്യങ്ങളുടെ അരമാർക്ക് പോയി ഉത്തരം എഴുതിയപ്പോൾ. 17.5 മാർക്ക് പോയി. ആ 17.5 മാർക്ക് 80-ൽ നിന്ന് മൈനസ് ചെയ്താൽ 6 മാർക്കിൻ്റെ ഉത്തരം എഴുതിയപ്പോൾ 5.5 കിട്ടി, 7 മാർക്കിൻ്റെ എഴുതിയപ്പോൾ 6.5 കിട്ടി, 5 മാർക്കിന് 4.5 കിട്ടി, 1 മാർക്കിന് 1/2 കിട്ടി. ഇങ്ങനെ എല്ലാത്തിലും നമ്മുടെ അര പോവുകയാണ്. ഹാഫ് മാർക്ക് പോയി അവസാനം 35 ചോദ്യങ്ങളിലെ ഉത്തരം എഴുതിയപ്പോൾ എല്ലാത്തിനും മാർക്ക് മിസ്സായി. അങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് വരുമ്പോൾ ആൻസർ ഷീറ്റ് വാല്യുവേഷൻ കഴിയുമ്പോൾ നമ്മുടെ പേപ്പർ ഉണ്ടാവുക. അപ്പോൾ ഒരു 17.5 മാർക്ക് 80-ൽ നിന്ന് മൈനസ് ആവുക. അപ്പോൾ കുട്ടികൾക്ക് 60, 65, 70-ലേക്ക് എത്തുന്നില്ല. അപ്പോൾ A+ലേക്ക് നടുക്കണില്ല, ഏലും ആവണില്ല, അങ്ങനെ ഒന്നും തിരികെയാവുള്ളൂ. അത് പാടില്ല. അപ്പോൾ എവിടെയും നമ്മുടെ അരമാർക്ക് മിസ്സാവരുത്. അരമാർക്കല്ലേ പോയുള്ളൂ എന്ന് പറഞ്ഞ് സമാധാനിക്കുന്നത് നമ്മുടെ പബ്ലിക് പരീക്ഷ വരുമ്പോൾ വല്ലാത്ത പ്രതിസന്ധിയും പ്രയാസവും ഉണ്ടാക്കും. അതുകൊണ്ട് അരമാർക്ക് പോലും പോകാത്ത രീതിയിൽ വേണം നമ്മൾ ഉത്തരത്തെ ആൻസർ പേപ്പറിൽ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി. നമ്മുടെ ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് റസ്കിൻ ബോണ്ടിൻ്റെ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ എന്നതാണ്. റസ്കിൻ ബോണ്ട് ഈസ് എൻ ഇന്ത്യൻ ഓഥർ ഓഫ് ബ്രിട്ടീഷ് ഡിസെന്റ്. അഡ്വഞ്ചേഴ്സ് എന്ന് പറയാൻ നമുക്കറിയാം, അഡ്വഞ്ചർ സാഹസികമായ. അഡ്വഞ്ചേഴ്സ് ഒട്ടനവധി സാഹസികതകൾ ഇൻ എ ബാനിയൻ ട്രീ. ബാനിയൻ മരത്തിലുണ്ടായ കുറേ സാഹസികമായ പ്രവർത്തികളെക്കുറിച്ചാണ് ഈ ഷോർട്ട് സ്റ്റോറിയിൽ റസ്കിൻ ബോണ്ട് പ്രതിപാദിക്കുന്നത്. അതിലെ ആദ്യത്തെ പാരഗ്രാഫ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. The house and grounds of our home in India were grandfather's domain. The magnificent old banyan tree was mine, chiefly because grandfather, at the age of 65, could no longer climb it. Grandfather used to tease him about this and would speak of a certain Countess Desmond, an English woman who lived into the age of 170 and would have lived long if she hadn't fallen the climbing as an apple tree. The spreading branches of a banyan tree which curved to the ground and took root against forming a maze of arches give us endless pleasure. The tree was older than the house, older than the grandfather, and older as the town of Dara, nesting in a valley at the foot of the Himalayas. The background of Himalaya. The foot of Himalayan valley is the background of the story. ഹിമാലയൻ താഴ്വരകളാണ് ഈ കഥയുടെ പശ്ചാത്തലം. അതിൽ നിന്നുകൊണ്ടാണ് റസ്കിൻ ബോണ്ട് ഈ കഥ വിവരിക്കുന്നത്. ഈ കഥയിലെ ഫസ്റ്റ് പാരഗ്രാഫ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പരീക്ഷയ്ക്ക് ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയ ആദ്യം കാണുന്ന ചോദ്യം എന്ന് പറയുന്നത് ഒരു പാരഗ്രാഫ് തരും. ആ പാരഗ്രാഫിൻ്റെ ചുവട്ടിൽ 4 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ടാവും. എല്ലാം 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ ഒരു ഫ്രേസ് എഴുതാൻ, ഒരു ക്ലോസ് എഴുതാനുള്ളതാണ്. 1 മാർക്കിൻ്റെയാണ് ചോദ്യങ്ങൾ. ഒട്ടനവധി ഉത്തരങ്ങൾ എഴുതേണ്ടതില്ല, 1 മാർക്കിന് വേണ്ടിയുള്ള ഉത്തരമാണ്. അതൊരു വലിയ പാരഗ്രാഫ് എഴുതരുത്, ഒരു വലിയ സെൻറ്റൻസും എഴുതരുത്. ഒന്നുകിൽ ഒരു ഫ്രേസ് അല്ലെങ്കിൽ ഒരു ക്ലോസ്, അത്രയേ വേണ്ടൂ. ഏറ്റവും വലിയത് ഒരു സെൻറ്റൻസ് എഴുതാം, അതാണ്. അപ്പോൾ 1 സെൻറ്റൻസിൽ ഉത്തരം എഴുതുന്ന 4 ചോദ്യങ്ങൾ ഒരു പാരഗ്രാഫ് തന്ന് അതിൻ്റെ ചുവട്ടിലുണ്ടാവും. ഇതാണ് ഇംഗ്ലീഷ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ ആദ്യം കാണുന്നത്. അപ്പോൾ ഒരു പാരഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ ആ പാരഗ്രാഫ് റീഡ് ചെയ്യണം. നിങ്ങളുടെ റീഡിങ് എബിലിറ്റിയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഈ കുട്ടിക്ക് ഒരു പാരഗ്രാഫ് വായിച്ച് ആ പാരഗ്രാഫിനെ അസസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? അതുകൊണ്ടോ ഒരു പാരഗ്രാഫ് ടെക്സ്റ്റിൽ വായിച്ചു കഴിഞ്ഞാൽ ആ പാരഗ്രാഫിൽ നിന്ന് എന്തൊക്കെ ചോദിക്കാം, ആ ചോദ്യങ്ങളെല്ലാം പോസിബിൾ ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെ കഴിയുന്ന കുട്ടിക്ക് മാത്രമേ 4 കിട്ടുള്ളൂ. നിങ്ങളൊക്കെ നോക്കിക്കോ, 9ൽ പരീക്ഷ കഴിഞ്ഞപ്പോൾ ആദ്യത്തെ പാരഗ്രാഫിൽ 4 ചോദ്യം തന്നിട്ടുണ്ടാവും, 4 മാർക്ക് ഉണ്ടായിട്ടുണ്ടാവും. ആർക്കെങ്കിലും 4 മാർക്ക് ഫുള്ള് കിട്ടിയിട്ടുണ്ടാവും. A+ കിട്ടുന്ന കുട്ടികളൊക്കെ അടക്കം ആ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം ഇവിടെ തന്നിരിക്കുക. ആ ഉത്തരം പകർത്തി എഴുതാൻ കഴിയണില്ല 4 മാർക്ക് കിട്ടാൻ. എന്താ അതിൻ്റെ കാരണം?
ആ പാരഗ്രാഫിനെ റീഡ് ചെയ്യുന്നില്ല. ഒരു പക്ഷേ കുട്ടി പാടെടുക്കുമ്പോൾ അത് വായിച്ചിട്ടുണ്ടാവില്ല, പരീക്ഷ ദിവസമാവും ആ പാരഗ്രാഫ് കാണുന്നുണ്ടാവും. ഇനി പരീക്ഷയ്ക്ക് മുൻപേ തന്നെ ലെസൺ വെറുതെ റീഡ് ചെയ്ത കാര്യമില്ല. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ലെസൺ എടുക്കുമ്പോൾ ലെസൺ വെറുതെ വായിച്ചാൽ പോരാ, ആ പാരഗ്രാഫിനകത്ത്, ആ സെൻറ്റൻസിനകത്ത്, ആ വാക്കുകൾക്കകത്ത് കൂടെ സഞ്ചരിക്കണം, അതിനിടയിലൂടെ പോകണം, വരികൾക്കിടയിലൂടെ സഞ്ചരിക്കണം. അപ്പോഴാണ് ക്ലാരിഫിക്കേഷൻ വരിക. എല്ലാ വേർഡിൻ്റെയും മീനിങ് അറിയണം. ഒരു വാക്കിൻ്റെ പോലും മീനിങ് ഡിക്ഷണറി നോക്കാൻ പോകരുത്. അവിടേക്ക് എത്തണം. ഇംഗ്ലീഷ് വായിക്കുമ്പോൾ നമുക്ക് അർത്ഥം മനസ്സിലാകണമെങ്കിൽ ആ കോണ്ടസ്റ്റ് അനുസരിച്ച്, സന്ദർഭം അനുസരിച്ച് ആ വാക്കിൻ്റെ മീനിങ് എന്താണെന്ന് മനസ്സിലായാൽ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും.